നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ ആരാധകർ ഇന്നും ഓർത്തു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ആ കഥാപാത്രം തന്നെയാണ് നവ്യയുടെ കരിയറിൽ നവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തതും. ഇന്നും നവ്യയെ ആരാധകർ ബാലാമണി എന്ന പേരിലൂടെ തന്നെയാണ് തിരിച്ചറിയുന്നത്. വിവാഹശേഷം സിനിമയിൽ നിന്നുമൊക്കെ മാറി നിന്നെങ്കിലും മറ്റ് TV ഷോകളിലും മറ്റുമായി നവ്യ എപ്പോഴും എത്താറുണ്ട്. ഇപ്പോഴിത് അഭിനയത്തിലേക്ക് തിരിച്ചു വരികയാണ് നവ്യ. തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന നവ്യ കുറിച്ച ഒരു ചെറിയ കുറിപ്പാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ആദിത്യൻ എന്ന ഒരു കുട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നവ്യ നായർ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് ആദിത്യൻ, എൻ്റെ സ്വന്തം അപ്പു. ആദിത്യനെ നിങ്ങൾക്കും അറിയാം. 2019 ഒക്ടോബർ 15 ആദിത്യനെ കുറിച്ച് ഒരു വാർത്ത മാതൃഭൂമി ഓൺലൈൻ പ്രസിദ്ധീകരിച്ചിരുന്നു. കുന്നംകുളത്തിനടുത്ത് ഒരു വീട് ജപ്തി ചെയ്യുന്നു. അച്ഛനും അമ്മയും സ്ഥലത്തില്ല. നിയമം നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട പോലീസ് സംഘം കോടതി ഉത്തരവ് പ്രകാരം വീട് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. വീട്ടുസാധനങ്ങൾ പുറത്തേക്കിടുന്നു. പോലീസ് സംഘത്തെ 10 വയസ്സുള്ള ആദിത്യൻ അലറിക്കരഞ്ഞ് തടയാൻ ശ്രമിക്കുന്നു. പോലീസുകാരാവട്ടെ ആദിത്യനെ എടുത്തുമാറ്റി നിയമം നടപ്പിലാക്കുന്നു. ചുറ്റും കൂടിയ മനുഷ്യർ നിസ്സഹായരായി എല്ലാം കണ്ടു നിൽക്കുന്നു. ഈ സമയത്താണ് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ഫിലിപ്പ് ജേക്കബ് മറ്റൊരു അസൈൻമെന്റ് കഴിഞ്ഞ് ആ വഴി വരുന്നത്. ആൾക്കൂട്ടം കണ്ട് വണ്ടി നിർത്തിയ ഫിലിപ്പ് അവിടുത്തെ രംഗങ്ങൾ ക്യാമറയിലാക്കി. അന്ന് വൈകിട്ട് അതൊരു വാർത്തയായി. പോലീസുകാർ പിടിച്ചുമാറ്റുന്ന ആദിത്യന്റെ കയ്യിൽ അതുവരെ അവൻ വളർത്തിയ പക്ഷിക്കുഞ്ഞുങ്ങളിൽ ഒന്നിനെ കരുതലോടെ അടക്കി പിടിച്ചിരിക്കുന്നു. സ്വന്തം കൂട് ഇല്ലാതാവുമ്പോഴും ആ പക്ഷിക്കുഞ്ഞിനെ അവൻ വിട്ടുകളയുന്നില്ല. ഈ ചിത്രവും വാർത്തയും വൈകുന്നേരം ലോകം കണ്ടു. ഒരുത്തിയുടെ കാസ്റ്റിംഗ് തിരക്കുകളിലായിരുന്ന തിരക്കഥാകൃത്ത് സുരേഷേട്ടൻ അന്ന് വൈകിട്ട് എന്നെ വിളിച്ചു. മണി, നമ്മുടെ അപ്പുവിനെ കിട്ടി. സുരേഷേട്ടൻ അയച്ച ഫോട്ടോയും വാർത്തയും ഞാൻ നോക്കി. എൻ്റെ കണ്ണ് നിറഞ്ഞു. ജീവിതത്തിൻ്റെ കൊടും ചൂട് തൊട്ടറിഞ്ഞ ഇവനല്ലാതെ എൻ്റെ അപ്പുവാകാൻ മറ്റാര്? VKPയും നാസറിക്കയും ഒരേ മനസ്സോടെ ആദിത്യനെ അപ്പുവായി സ്വീകരിച്ചു. ആദിത്യൻ ഒരുത്തിയിലെ എൻ്റെ മകൻ അപ്പുവായി. ക്യാമറയ്ക്ക് മുൻപിൽ അവൻ അവൻ്റെ ജീവിതം ആടിത്തിമിർക്കുന്നത് ഞങ്ങൾ വിസ്മയത്തോടെ നോക്കി നിന്നു. അവൻ്റെ ആദ്യ സിനിമയാണ് ഒരുത്തി. വാടക വീട്ടിലിരുന്ന് അവനും അവൻ്റെ കുടുംബവും കാണുന്ന നിറമുള്ള സ്വപ്നമാണ് ഒരുത്തി. ഒപ്പമുണ്ടാകണം എന്ന് പറഞ്ഞാണ് നവ്യയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. എന്ത് തന്നെയായാലും നവ്യയുടെ ഈ ഒരു കുറിപ്പ്, അതായത് ആദിത്യനെ കുറിച്ച് പങ്കുവച്ച ഈ കുറിപ്പ് ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് തന്നെയാണ് ആരാധകർ എല്ലാ പേരും പറയുന്നത്. ഈ ഒരു സിനിമയിൽ അപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അപ്പുവിൻ്റെ പ്രകടനവും കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നതും.